യെസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഞാൻ രാവിലെ എൻ്റെ വീട്ടിലാണ്. അപ്പോൾ നമ്മൾ ലേറ്റ് ആയിട്ടാണ് എഴുന്നേറ്റത് ഒബ്വിയസ്ലി. അപ്പോൾ അതേ പല്ലൊക്കെ തേച്ചു. ഇപ്പോൾ തന്നെ ഒരു 9-9:30 ആയെന്ന് തോന്നുന്നു കേട്ടോ. എന്നിട്ട് നമ്മൾ ഫേസ് വാഷ് ചെയ്തിട്ട് ഞാൻ കുറേ നാളായിട്ട് കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യുന്നത് ജോവിയസിൻ്റെ ഫേസ് വാഷാണ് കേട്ടോ. അടിപൊളി ഫേസ് വാഷാണ്, ടീ ട്രീ ആണ് കേട്ടോ, നല്ലതാണ് കേട്ടോ. അത് നമ്മൾ സ്ട്രെയിറ്റ് ആയിട്ട് നമ്മളത് അടുക്കളയിലേക്ക് വന്നിട്ടുണ്ട്. എന്നിട്ട് അമ്മതി നല്ല ചൂടോടെ തന്നെ ചായ തരാൻ പോവാണ് കേട്ടോ. പിന്നെ വീട്ടിലായതുകൊണ്ട് രാവിലെ എന്തോ ഉണ്ടാക്കിയില്ല, അതൊക്കെ അടുക്കള വന്ന് കഴിക്കാൻ നേരമാണ് സത്യത്തിൽ അറിയുന്നത്. അപ്പോൾ ഇത് നമ്മൾ ചായയൊക്കെ കുടിച്ചുകൊണ്ട് ഇന്ന് കർക്കിടവാവ് ദിവസമാണ് കേട്ടോ. അപ്പോൾ വീട്ടിൽ എന്തൊക്കെയാണ് രാവിലെ എന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഇത് ഇന്ന് മത്തിയാണ്, നല്ല പരിഞ്ഞിലുള്ള മത്തിയാണെന്ന് തോന്നുന്നു കേട്ടോ. പിന്നെ എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള ബീഫാണ് കേട്ടോ. ഞങ്ങളുടെ അച്ഛനും ഫേവറേറ്റ് ബീഫാണ് കേട്ടോ. ചിക്കനെക്കാട്ടിലും ഇഷ്ടം ബീഫാണ്. അപ്പോൾ ഇത് ആ ഹാളിലേക്ക് വന്നപ്പോഴത്തേക്ക് നമ്മുടെ ഫേവറേറ്റ് ആയിട്ടുള്ള പ്രോഗ്രാം നൊസ്റ്റു അടിച്ചു കേട്ടോ. സൂര്യ മ്യൂസിക് നടക്കുന്നു. അപ്പോൾ ഇത് അനിയത്തി ഓഫീസിൽ പോകാനായിട്ട് റെഡി ആവുകയാണ്. പിന്നെ ഋഷിക്കോട്ടൻ അമ്മയെന്നും പറഞ്ഞുകൊണ്ട് വന്നു. പിന്നെ ഞങ്ങൾ കുറച്ച് നേരം ലവൊക്കെ അടിച്ചിട്ട് ഋഷിക്ക് ബ്രേക്ക്ഫാസ്റ്റ് കൊടുക്കാനായിട്ട് പോയി കേട്ടോ. അപ്പോഴത്തേക്കും രാവിലെ തന്നെ ഈ കർക്കിടവായതുകൊണ്ട് തന്നെ രാവിലെ വെള്ളവും ഉമ്മിക്കരി പല്ല് തേക്കുന്ന സംഭവങ്ങളൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് എല്ലായിടവും നീറ്റ് ആൻഡ് ക്ലീൻ ആക്കി ഇട്ടേക്കുവാണ് അമ്മ. അപ്പോൾ ഇത് പണ്ട് ഞാൻ ചായ കുടിക്കാനായിട്ട് ഈ ഒരു സ്ഥലത്തായിരുന്നു കേട്ടോ ഇരിക്കുന്നത്. എല്ലാ ദിവസവും ഇവിടെ ഇരിക്കുന്നത്. എൻ്റെ ഓപ്പോസിറ്റ് അച്ഛനിരിക്കും, അതിൻ്റെ ഇപ്പുറത്ത് ചേട്ടൻ ഒരു കസേരയിലിരിക്കും, പത്രം വായിക്കും. പിന്നെ അമ്മ വാതിൽപ്പടിയിലാണ് അമ്മ ഇരിക്കുന്നത് കേട്ടോ. അപ്പോൾ നമുക്കിന്ന് ബ്രേക്ക്ഫാസ്റ്റ് എൻ്റെ ഫേവറേറ്റ് തന്നെയാണ് പുട്ട്. എൻ്റെ അച്ഛൻ്റെ ഒക്കെ ഫേവറേറ്റ് ആണ് കേട്ടോ പുട്ട്. ഒരുപാട് നാളെ ശരിക്കും പറഞ്ഞാൽ പുട്ട് കഴിച്ചിട്ട്. ഇന്ന് പുട്ടും പയറും പപ്പടമാണ് കേട്ടോ. പിന്നെ ഋഷിക്ക് രാവിലെ തന്നെ പപ്പടം കൊടുക്കേണ്ടാത്തതുകൊണ്ട് ഞാൻ പപ്പടം എടുത്തിട്ടില്ല. ഋഷിക്ക് ബ്രേക്ക്ഫാസ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ ഞാനൊരു കുളി പെട്ടെന്ന് അങ്ങ് പാസ്സാക്കി. എന്നിട്ട് ഞാൻ എന്ത് ചെയ്യും, ബ്രേക്ക്ഫാസ്റ്റ് എടുത്ത് ഞാൻ അടുക്കളയിൽ ഇരുന്നാണ് കേട്ടോ കഴിക്കുന്നത്. അപ്പോൾ അമ്മയുടെ കൂടെ ഇരുന്ന് കാര്യമൊക്കെ പറഞ്ഞ് കഴിക്കാമല്ലോ. അപ്പോഴത്തേക്ക് ഋഷിക്കൂട്ടൻ്റെ മാമൻ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇത് ഞാൻ അടുക്കളയിൽ ഇരുന്ന് ഓരോ സോറയൊക്കെ പറഞ്ഞ് കഴിച്ചു. പിന്നെ ഉച്ചയ്ക്ക് വിളക്കൊക്കെ കത്തിച്ച് ഒരു 12:30 മുമ്പ് തന്നെ ചോറൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. 3 കൂട്ടം അച്ചാർ, മീൻകറി, മീൻ വറുത്തത്, ബീഫ് കറി. പിന്നെ വെജിറ്റബിൾസ് ആയിട്ട് അങ്ങനെ പ്രത്യേകിച്ചൊന്നും വെച്ചില്ല. കാരണം നമ്മൾ ഓൾറെഡി ഇപ്പോൾ അച്ഛൻ്റെ അടുത്ത് കഴിഞ്ഞുള്ളായിരുന്നു. അപ്പോൾ അന്ന് നമ്മൾ വിപുലമായ സദ്യ. പിന്നെ അച്ഛന് അധികം പച്ചക്കറി ഇഷ്ടമല്ല, ഫിഷും അങ്ങനെയുള്ള ഐറ്റംസ് ആണ് ഇഷ്ടം. അപ്പം അവരുടെ ഇഷ്ടത്തിനാണല്ലോ നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ അങ്ങനെയാണ് ചെയ്തത്. അപ്പോൾ എല്ലാം ഒരുക്കി എന്നിട്ട് നമ്മൾ അവിടെ അങ്ങ് നിൽക്കത്തില്ല കേട്ടോ. എന്നിട്ട് നമ്മൾ മാറി നിൽക്കും. കുറേ നേരം കഴിഞ്ഞിട്ട് പിന്നെ വെള്ളം കുടഞ്ഞ് ഇല വലിച്ചതിന് ശേഷം മാത്രമേ നമ്മൾ ഇരിക്കത്തുള്ളൂ കേട്ടോ. പിന്നെ ഇത് ആ ഇലയിലാണ് ഞാൻ കഴിച്ചത്. പിന്നെ അമ്മ ഇന്ന് എല്ലാ ഫുഡും ഉപ്പ് നോക്കാതാണ് കേട്ടോ ഉണ്ടാക്കിയത്. എല്ലാം നല്ല അടിപൊളി ടേസ്റ്റ് ആയിരുന്നു. ഒരിലക്കകത്ത് നമ്മൾ മുറ്റത്തും വെച്ച് കാക്കകൾക്ക് കഴിക്കാൻ ഫുള്ള് കഴിക്കുകയും ചെയ്തു കേട്ടോ. അപ്പോൾ അതൊക്കെ കഴിച്ച് ഭയങ്കര സന്തോഷമായി കേട്ടോ. നല്ല മനസ്സൊക്കെ നിറഞ്ഞു. എൻ്റെ കൂടെ സാനിമോളും ഉണ്ടായിരുന്നു. അപ്പോൾ ബീഫ് കറിയൊക്കെ കിഡിലിനായിരുന്നു കേട്ടോ. അപ്പോൾ നിങ്ങളുടെ വീട്ടിലെ കർക്കിടവാവ് എങ്ങനെയാണെന്നുള്ളത് ഒന്ന് കമൻറ്റ് ചെയ്യണം. അപ്പോൾ ഞങ്ങളുടെ ഇവിടെ ഇതുപോലെ കരിക്ക് വെക്കും കേട്ടോ. നിങ്ങളുടെ അവിടെയൊക്കെ കരിക്ക് വെക്കുമെന്ന് നിങ്ങളുടെ കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെയുള്ള ഗസ് പുതിയ